വേറിട്ടവരാണ്. ഞാനും ആന്റണിയും മഹാരാജാസിൽ വെച്ചുള്ളൊരു പരിചയമാണ്. പരിചയം എന്ന് പറഞ്ഞാൽ പോരാ, അടുത്ത കൂട്ടുകാർ തന്നെയായിരുന്നു. എനിക്ക് അവനെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വന്നത്, ഞങ്ങൾ മഹാരാജാസിൽ നടക്കാത്ത വഴികളില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറാൻ മടിയാകുമ്പോൾ ഇങ്ങനെ നടപ്പാണ്. മഹാരാജാസ് കംപ്ലീറ്റ് നടന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആന്റണി നീ നടന്ന് 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 നീ ഒരു നടനാവും. അതേപോലെ അവൻ നടന്ന് നടന്ന് ഒരു നടനായേക്കാണ്. വലിയ സന്തോഷമുണ്ട്. എനിക്ക് ആന്റണീനോട് ഇപ്പോൾ ചോദിക്കാനൊരു ചോദ്യമുണ്ട്. അങ്കമാലി ഡയറീസിൽ 3 പ്രണയങ്ങൾ കാണിക്കുന്നുണ്ട്. കണ്ട എല്ലാവർക്കും ഇഷ്ടമായി അതാ പ്രണയങ്ങൾ. ആന്റണിയുടെ കണ്ണിൽ പ്രണയമുണ്ട്, ചിരിയിൽ പ്രണയമുണ്ട്, ബോഡി ലാംഗ്വേജിൽ വരെ പ്രണയമുണ്ട്. ഒരു പുതുമുഖ നായകന് ഇത്ര തന്മയത്വത്തോടു കൂടി ആ പ്രണയരംഗങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ അതിൽ കുറച്ച് ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ആൻ്റപ്പൻ്റെ ജീവിതത്തിൽ ഈ പ്രണയരംഗങ്ങൾ ചെയ്യാനായിട്ട് സ്വാധീനിച്ചിട്ടുള്ള പ്രണയങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ചിലതൊക്കെ കുറച്ച് എനിക്കറിയാം. അത് പ്രേക്ഷകർ അറിവിലേക്കായിട്ട് നീ തന്നെ കുറച്ച് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. ഈ കള്ളം പറയുകയാണെങ്കിൽ യഥാർത്ഥത്തില് അതിന്റെ കംപ്ലീറ്റ് സാധനം റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പ്ലേ സത്യസന്ധമായിട്ട് പറയാനാ, ഞാൻ പറയാൻ നടന്നുണ്ട് പെൺപിള്ളേരുടെ സിൻസിയറായിട്ട് നടന്നുണ്ട്. നല്ല തേപ്പും കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സങ്കടം വരാറുണ്ട് തേപ്പ് കിട്ടുമ്പോ. പിന്നെ വിളിച്ച പടം കണ്ടിട്ട് എന്നെ ഒരു ദിവസം ഒരാള് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര പടം അടിപൊളിയാണ്. തേച്ചാള് അവളോട് പോയി അവളോട് നടക്കണ്ടേ, നമ്മളതിനൊക്കെ പോകുമ്പോ ആ വിളിച്ചിങ്ങനെ നോക്കിക്കണ്ട്. നീ മൈൻഡ് ചെയ്തില്ല. എന്തിനാണ് മൈൻഡ് ചെയ്യണം? ലിജോ